Dear students, under 6th semester, spectroscopy, solid state physics, spectroscopy and laser physics ആണ് സ്പെക്ട്രോസ്കോപ്പി പാർട്ടിൽ തുടങ്ങുന്നത് ചാപ്റ്റർ 4 മുതലാണ്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ബേസിക് എലമെൻറ്റ്സ് ഓഫ് സ്പെക്ട്രോസ്കോപ്പിയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം വാട്ട് ഈസ് എ സ്പെക്ട്രോസ്കോപ്പി മീൻസ്. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ മാറ്റർ ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. Originally spectroscopy originated ചെയ്തത് dispersion of these white light or dispersion of visible light by a prism. സോ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പ്രിസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വിസിബിൾ ലൈറ്റിൽ അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റിൽ അതിൻ്റെ കളേഴ്സ് ഡിഫറെൻറ്റ് കളേഴ്സ് ഒബ്റ്റെയിൻ ചെയ്യും. അതിന് നമ്മൾ ഡിസ്പേർഷൻ എന്ന് പറയുന്നുണ്ട്. Later this concept was extended greatly to comprise any interaction with the electromagnetic waves as a function of wavelength. അപ്പോൾ സ്പെക്ട്രോസ്കോപ്പിക് ഡാറ്റ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് അതൊരു സ്പെക്ട്രം ആയിട്ടാണ്. അപ്പോൾ നമ്മൾ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, വിബ്ജിയോർ കാണുന്ന പോലെ ഒരു സ്പെക്ട്രോസ്കോപ്പിക് ഡാറ്റിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് നമ്മളൊരു സ്പെക്ട്രം എന്ന് പറയുന്നത്. ദെൻ സ്പെക്ട്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ റെസ്പോൺസ് ഓഫ് ഇൻട്രസ്റ്റ് ആസ് എ ഫങ്ഷൻ ഓഫ് വേവ് ലെങ്ത്തിൻ്റെ ഡിപ്പെൻഡൻസിൽ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡിപ്പെൻഡൻസ് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഒരു പെർട്ടിക്കുലർ മാറ്റർ അത് ഒരു ഹൗ ഇറ്റ് ഇൻട്രാക്ട്സ് വിത്ത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് നമ്മൾ സ്പെക്ട്രം എന്ന് പറയുന്നത്. നമുക്ക് ഡെയിലി നമ്മൾ കാണുന്ന കളേഴ്സൊക്കെ നമുക്ക് സ്പെക്ട്രോസ്കോപ്പി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. സപ്പോസ് നമ്മളൊരു നിയോൺ ലൈറ്റ് കാണുകയാണെങ്കിൽ അത് ഒരു അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പിയുടെ എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ ഒരു മോളിക്കുലർ സ്പെക്ട്രം NO2-ൻ്റെ അതുപോലെ അതിൻ്റേതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് സ്പെക്ട്രം ഓരോ സബ്സ്റ്റൻസിനുണ്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസ് കൂടെ ഇപ്പോൾ ലൈറ്റ് പാസ് ചെയ്യുകയാണെങ്കിൽ ലൈറ്റ് മീൻസ് അത് ഏത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ജനറലി നമുക്ക് പറയുകയാണെങ്കിൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദി നേച്ചർ ഓഫ് ദി സബ്സ്റ്റൻസ് സം ഓഫ് ദി ഫ്രീക്വൻസി റേഞ്ച് അല്ലെങ്കിൽ വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിൽ ചില പെർട്ടിക്കുലർ ഫ്രീക്വൻസീനെ ഈ നമ്മുടെ മാറ്റർ അബ്സോർബ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ആ ഒരു മാറ്റർ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ മാത്രമേ നമുക്ക് സബ്സ്റ്റൻസിൽ നിന്ന് പുറത്ത് പോവുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ പറയുക അബ്സോർപ്ഷൻ സ്പെക്ട്രാണ്. അതുപോലെ ആറ്റത്തിനും മോളിക്യൂൾസിനൊക്കെ യുണീക്ക് സ്പെക്ട്രം ആയിരിക്കും. ഒരു പെർട്ടിക്കുലർ സ്പെക്ട്രം എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ മോളിക്യൂളിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഒരു പെർട്ടിക്കുലർ ആറ്റത്തിന് ഒരു പെർട്ടിക്കുലർ സ്പെക്ട്രേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്ക് നമ്മളുടെ ക്വാണ്ടം മെക്കാനിക്സിനായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ക്വാണ്ടം മെക്കാനിക്സിൽ നമുക്കറിയാം സപ്പോസ് ഈച്ച് എനർജി ലെവൽ ഓഫ് എൻ ആറ്റം ഈസ് ക്വാണ്ടൈസ്ഡ് ആണ്. So when it transfers from one energy level to another energy level, that energy difference is a fixed one or that energy is a quantized one. ഇപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ എനർജി സ്റ്റേറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ E1 നമ്മൾ ഫസ്റ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ് കൊടുത്തു, ഇത് E2 സെക്കൻഡ് സ്റ്റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ആറ്റത്തിന് either it can exist in E1 or it can exist in E2. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അതിന് ഒരു പോസിബിലിറ്റി ഇല്ല. അപ്പം സപ്പോസ് നമുക്ക് കുറച്ച് ആറ്റംസ് അതിൽ E2-ൽ നിൽക്കുന്നുണ്ടെന്ന് ചോദിക്കുക. ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ആ സബ്സ്റ്റൻസിൽ ചില ആറ്റംസ് E2 എനർജി സ്റ്റേറ്റിലും ചില ആറ്റംസ് E1 എനർജി സ്റ്റേറ്റിലാണെങ്കിൽ ഇപ്പോൾ ചില ഇൻസ്റ്റൻറ്റിൽ E2 എന്ന് പറയുന്ന എനർജി സ്റ്റേറ്റിലെ ആറ്റംസ് തിരിച്ച് E1 എന്ന് പറയുന്ന എനർജി സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ദർ ഈസ് E2 ഈസ് ഹയർ എനർജി ആൻഡ് E1 ഈസ് ലോവർ എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ദർ ഇസ് എൻ എനർജി ഡിഫറൻസ് E2 മൈനസ് E1 ബിറ്റ്വീൻ ദ ടു എനർജി ലെവൽസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ എനർജി ഡിഫറൻസ് എന്തായാലും അത് ഈ സബ്സ്റ്റൻസിൽ നിന്ന് അത് എമിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ എമിറ്റ് ചെയ്യപ്പെടുമ്പം അതിനാണ് നമ്മളതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി ആയിട്ട് റിലേറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് പറയാൻ പറ്റും E2 മൈനസ് E1 എന്തായാലും ഒരു ഡെൽറ്റ E ആയിരിക്കും. അതിനെ നമുക്ക് hν എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ്റെ ഇഫക്റ്റ് വഴി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് E2 മൈനസ് E1 ഡിവൈഡഡ് ബൈ h എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ആറ്റത്തിന് മാത്രമേ ഈ ഒരു ന്യൂ ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഈ ആറ്റം ആൻഡ് മോളിക്യൂൾ ഹാവ് ഇറ്റ്സ് എ യുണീക്ക് സ്പെക്ട്രം എന്ന് പറയുന്നത്.
അത് നമുക്ക് ദി സ്പെക്ട്ര ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ് ടു ഡിറൈവ് ഇൻഫർമേഷൻ അബൌട്ട് ദി ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ആൻഡ് ദേ ക്യാൻ ആൾസോ ബി യൂസ്ഡ് ടു ഡിറ്റക്ട് ഐഡൻറ്റിഫൈ ആൻഡ് ക്വാണ്ടിഫൈ കെമിക്കൽസ്. അപ്പോൾ നമുക്ക് ഈ സ്പെക്ട്രം ഒബ്റ്റെയിൻ ചെയ്യുന്ന സ്പെക്ട്രത്തിൻ്റെ ബേസിൽ നമുക്ക് ഈ ആറ്റത്തിനെ സ്റ്റഡി ചെയ്യാനും പറ്റും. അതുപോലെ നമുക്കതിൻ്റെ ഐഡൻറ്റിഫിക്കേഷനും ഒക്കെ പോസിബിളാണ് ഈ ഒരു സ്പെക്ട്രം സ്റ്റഡി. അതുകൊണ്ടാണ് സ്പെക്ട്രോസ്കോപ്പി സ്റ്റഡി അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മളൊരു മെറ്റീരിയൽ സയൻസ് സ്റ്റഡി നടത്തുകയാണെങ്കിൽ അതിൻ്റെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പെക്ട്രം ആയിരിക്കും നമ്മൾ എപ്പോഴും ഡീൽ ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞ ക്വാണ്ടൈസേഷൻ ഓഫ് എനർജിയാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു മാക്സ് പ്ലാങ്ക് each energy or an oscillator emits radiation of a particular frequency only, and when it jumps from one energy state to the next lower energy state, it emits a particular radiation, or it emits a particular energy with a particular energy of radiation, and that energy corresponds to h nu. And this emission and absorption cannot take place in a continuous manner, but it is in a discrete manner. It can not be a continuous one. അതായത് ഒരു പെർട്ടിക്കുലർ ആറ്റത്തിന് ഏത് എനർജി ലെവലും എമിറ്റ് ചെയ്യാനോ അബ്സോർബ് ചെയ്യാനോ പറ്റില്ല. ഒരു പെർട്ടിക്കുലർ ആറ്റത്തിന് ചില പെർട്ടിക്കുലർ റേഞ്ചസ് ഓഫ് ഫ്രീക്വൻസി, ചില പെർട്ടിക്കുലർ ഫ്രീക്വൻസീസ് ഓൺലി അതിന് എമിറ്റ് ചെയ്യാനും അബ്സോർബ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ആ എനർജി ഡിഫറൻസിനെ നമ്മൾ h nu എന്ന് മാർക്ക് ചെയ്യും. where h u know it is the Planck's constant and its value is given by 6.626 into 10 raised to minus 34 joule second ആണ്. And each discrete bundle of energy we call it as a quantum of energy. And സപ്പോസ് നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരു മോളിക്യൂളിനെ ഡീൽ ചെയ്യുമ്പോൾ the molecule can have different types of energy associated with it. Suppose the molecule undergoes a particular vibration about its equilibrium position, then that vibrations are associated with the vibrational energy, and that is vibration is because of the motion from vibration from the equilibrium position ആണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു പെർട്ടിക്കുലർ ആറ്റത്തിന് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ മോളിക്യൂളിന് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന വൈബ്രേഷണൽ എനർജി എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് വാല്യൂസ് ആയിരിക്കും. പോസിബിൾ ആയിട്ടുള്ളത് ഫിക്സഡ് വാല്യൂസ് ഓഫ് എനർജി മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും വൈബ്രേഷണൽ എനർജി ഓഫ് എ മോളിക്യൂൾ ഈസ് ക്വാണ്ടൈസ്ഡ് എന്ന് പറയാൻ പറ്റും. സിമിലർലി സപ്പോസ് നമ്മളൊരു മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യാന്ന് പറ്റും. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ആക്സിസിന് അബൌട്ടൊക്കെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ഒരു പെർട്ടിക്കുലർ മോളിക്യൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെർട്ടിക്കുലർ ആക്സിസിന് അബൌട്ടുള്ള റൊട്ടേഷൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം എന്തായിരിക്കും, യുണീക്കായിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ നമ്മൾ റൊട്ടേഷണൽ എനർജിയും ക്വാണ്ടൈസ്ഡ് ആണെന്ന് പറയാൻ പറ്റും. അതുപോലെ ഇപ്പോൾ ഒരു മോളിക്യൂളിൽ ഒരുപാട് ആറ്റംസ് ഉണ്ടായിരിക്കും. ആ ആറ്റത്തിൽ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. സോ ഇലക്ട്രോൺസും കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈച്ച് ആറ്റം ഈസ് പൊസസ് വൈബ്രേഷണൽ എനർജി എന്ന് പറയാൻ പറ്റും. അപ്പോൾ എല്ലാ ടൈപ്പിലും എനർജി ഈസ് ക്വാണ്ടൈസ്ഡ് ആണ്. And this when an atom or electron or anything, when it jumps from one level to another, they release or absorb a particular amount of energy എന്ന് പറയാൻ പറ്റും. that particular amount of energy അത് നമുക്ക് മോളിക്യൂളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, ആറ്റത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. സോ ഒരു മോളിക്യൂളിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം അത് പൊസസ് ചെയ്യുന്ന എനർജി എന്ന് പറഞ്ഞാൽ വൈബ്രേഷണൽ എനർജി ആവാം, റൊട്ടേഷണൽ എനർജി ആവാം, അതുപോലെ അത് ഇലക്ട്രോണിക് എനർജി ആവാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജി ആവാം. ഏത് കേസിലാണെങ്കിലും ഓൾ എനർജീസ് ആർ ക്വാണ്ടൈസ്ഡ്. So E2 minus E1 when it transfers from one energy state to the another energy state. ഇപ്പോൾ ഒരു മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യാണ്, വൺ റൊട്ടേഷണൽ സ്റ്റേറ്റിൽ നിന്ന് അനദർ റൊട്ടേഷണൽ സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, അതായത് അതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തിരിക്കും, സപ്പോസ് അതൊരു ഇപ്പോൾ ഒരു മോളിക്യൂളിൻ്റെ സെൻറ്റർ ഓഫ് ആക്സിസ് ഉണ്ട്. നമ്മൾ ഒരു ഡബിൾ ആറ്റം വരുന്ന ഒരു മോളിക്യൂളാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഈ ഒരു പോയിൻ്റ് ആണെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ ഉള്ള ആക്സിസ് അപ്പോൾ ഇതിനെബോട്ട് ഇതിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യാൻ. ഇനി ഇതിന് പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ഈ ഒരു ആക്സിസിനെ അബൌട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിന് മൂന്നിനും പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ഇതിന് ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആകുന്ന രീതിയിൽ ഒരു റൊട്ടേഷൻ. അപ്പോൾ ഓരോ റൊട്ടേഷൻ്റെ എനർജിയും ക്വാണ്ടൈസ്ഡ് ആണ്. അപ്പോൾ അതൊന്ന് ഒരു റൊട്ടേഷണൽ സ്റ്റേറ്റിൽ നിന്ന് വേറെ റൊട്ടേഷണൽ സ്റ്റേറ്റിലേക്ക് ചേഞ്ച് വരുമ്പോൾ ആ എനർജി ഡിഫറൻസ് എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഒരു പെർട്ടിക്കുലർ മോളിക്യൂൾസിന് പോസിബിൾ ആയിട്ടുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന റേഡിയേഷൻ എപ്പോഴും ഒരു ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ഈ മോളിക്യൂള് ഒരു എനർജി റിലീസ് ചെയ്യും. അതിന് നമ്മൾ എമിഷൻ സ്പെക്ട്രം എന്ന് പറയും. എമിഷൻസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഡിറ്റക്ടർ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. സപ്പോസ് ഇറ്റ് വിൽ അബ്സോർബ് അല്ലെങ്കിൽ ഇറ്റ് വിൽ ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് എ പെർട്ടിക്കുലർ ഫ്രീക്വൻസി ആണെങ്കിൽ നമുക്ക് ആ ഒരു ഡിറ്റക്ടറിൽ ഒരു ന്യൂ എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ന്യൂ ഒബ്റ്റെയിൻ ചെയ്യുന്നത് നമുക്ക് E2 - E1 ഡിവൈഡഡ് ബൈ H എന്ന് പറയുന്ന വാല്യൂ നിന്നാണ് ഈ ന്യൂ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഈ ന്യൂ എന്ന് പറയുന്ന പെർട്ടിക്കുലർ ഫ്രീക്വൻസിക്കാണ് നമ്മൾ അതിൻ്റെ പെർട്ടിക്കുലർ സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു ഫ്രീക്വൻസീനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്കൊരു പിക്ടോറിയൽ അല്ലെങ്കിൽ ഒരു വിസിബിളായിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ, നമുക്കൊരു ഡാറ്റൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ, നമ്മൾ ഗ്രാഫൊക്കെ വരയ്ക്കുന്ന പോലെ കിട്ടുന്ന ഒരു റെപ്രസെൻറ്റേഷനാണ് അതിൻ്റെ സ്പെക്ട്രം എന്ന് പറയുന്നത്. നമ്മളൊരു എനർജിൻ്റെ ഓർഡർ നോക്കുമ്പോൾ എനർജി വാല്യൂ എന്ന് പറഞ്ഞാൽ Hൻ്റെ ഓർഡറിലാണ് വരുന്നത്, പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 6.62 × 10⁻34 ജൂൾസ് ആണ്. അപ്പോൾ അതിൻ്റെ എനർജി ഡിഫറൻസ് വളരെ മൈന്യൂട്ടായിട്ട് വരുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. നമുക്ക് ഹയർ എനർജി വാല്യൂസ് അല്ലെങ്കിൽ ഹൈ അപ്രീഷ്യബിൾ എനർജി വാല്യൂസ് ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ആ ക്വാണ്ടിറ്റി ഓഫ് സബ്സ്റ്റൻസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സോ നമുക്കറിയാം ഒരു 1 gram മോൾ ഓഫ് എ സബ്സ്റ്റൻസിൽ എപ്പോഴും ഉണ്ടായിരിക്കും അവഗാഡ്രോ നമ്പർ ഓഫ് സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് അവഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6.02 × 10⁻23 മോളിക്യൂൾസ് ഉണ്ടായിരിക്കും 1 gram ഓഫ് സബ്സ്റ്റൻസിൽ. 1 gram മോൾ അപ്പം മോളിക്യൂളാണെങ്കിൽ 1 gram മോൾ എന്ന് പറയും. നമുക്ക് 1 gram അറ്റോമിക് വെയിറ്റ് എന്ന് പറയാൻ പറ്റും. സപ്പോസ് ഇറ്റ് ഈസ് എൻ ആറ്റം എന്ന് പറയുന്നുണ്ടെങ്കിൽ. അപ്പോൾ ജൂള് ആണ് നമ്മൾ യൂഷ്വലി എനർജി റെപ്രസെൻറ്റേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതെങ്കിലും നമുക്ക് സ്പെക്ട്രോസ്കോപ്പിക് സ്റ്റഡീസിൽ നമ്മൾ ജൂൾ എന്ന് പറയുന്ന യൂണിറ്റ് യൂസ് ചെയ്യാറില്ല. അപ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഫ്രീക്വൻസി കിട്ടും. ആ ഫ്രീക്വൻസി ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആയതുകൊണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ ന്യൂ ലാംഡ എപ്പോഴും എന്തിന് ഈക്വലായിരിക്കും? സിക്ക് ഈക്വലായിരിക്കും. ന്യൂ ഇൻറ്റു ലാംഡ മീൻസ് ന്യൂ ഫ്രീക്വൻസിയാണ്, ലാംഡ വേവ് ലെങ്ത് ആണ്. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അത് ഇറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആയിട്ടായിരിക്കും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. വെലോസിറ്റി ഓഫ് ലൈറ്റിൻ്റെ വാല്യൂ 3 × 10⁸ മീറ്റർ/സെക്കൻഡിലാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വൺസ് ഫ്രീക്വൻസി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വേവ് ലെങ്ത് കാണാം. വേവ് ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസിയും കാണാൻ പറ്റും. ബിക്കോസ് സി ഈസ് എ കോൺസ്റ്റൻ്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഫ്രീക്വൻസിൻ്റെ ടേംസിൽ പറയാം അല്ലെങ്കിൽ അതിൻ്റെ വേവ് ലെങ്ത്തിൽ പറയാം. പക്ഷേ സ്പെക്ട്രോസ്കോപ്പി സ്റ്റഡീസിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേവ് നമ്പർ യൂണിറ്റാണ്. വേവ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 1/λ. 1/λ എന്ന് പറയുന്നതിനാണ് നമ്മൾ വേവ് നമ്പർ. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ സിംബോളിക് റെപ്രസെൻറ്റേഷൻ കൊടുക്കാറുള്ളത് ന്യൂ ബാർ എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷനാണ്. ലാംഡ വേവ് ലെങ്ത് ആയതുകൊണ്ട് അതിൻ്റെ യൂണിറ്റ് മീറ്ററാണ്. ന്യൂ ബാർ അതിൻ്റെ യൂണിറ്റ് മീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും. അപ്പം യൂഷ്വലി മീറ്റർ ഇൻവേഴ്സ് എന്നുള്ള യൂണിറ്റും അല്ല നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. നമ്മൾ അതിനെ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് പറയുന്ന യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ യൂഷ്വലി ഒരു സ്പെക്ട്രത്തിൻ്റെ സ്റ്റഡിയിൽ നമ്മൾ പറയുന്നത്. അപ്പം തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി സപ്പോസ് ഇറ്റ് ഈസ് ഇൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്, ദെൻ യു ഷുഡ് നോ ദാറ്റ് ഇറ്റ് ഈസ് ദ വേവ് നമ്പർ ഓഫ് ദാറ്റ് സ്പെക്ട്രം. വേവ് നമ്പറാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് നിങ്ങൾക്ക് തിരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വേവ് ലെങ്ത് കിട്ടും, അതിൻ്റെ ഫ്രീക്വൻസി, അതിൻ്റെ എനർജി എല്ലാം നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ പാരാമീറ്ററിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പെക്ട്രത്തിനെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത്. സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രോഡ് ഫീൽഡ്. അതിൽ ഒരുപാട് സബ് ഡിസിപ്ലിൻസ് ഒക്കെ ഉണ്ട് വിത്ത് ന്യൂമറസ് ഇംപ്ലിമെൻറ്റേഷൻസ് ഓഫ് സ്പെസിഫിക് സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ്. അക്വസ്റ്റിക് സ്പെക്ട്രോസ്കോപ്പി ഈസ് ദർ, മെക്കാനിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യാൻ നമുക്ക്, അതുപോലെ പാർട്ടിക്കിൾസ് ഡ്യൂ ടു ദെയർ ഡീപ് ബ്രോലി വേവ് ലെങ്ത്സ് യൂസ് ചെയ്തിട്ട് ഒക്കെ നമുക്ക് സ്പെക്ട്രോസ്കോപ്പിക് സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ഇൻവോൾവ് ചെയ്യുന്ന സ്പെക്ട്രോസ്കോപ്പിക് സ്റ്റഡീസാണ് നമ്മൾ ഇവിടെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട്, അതിൻ്റെ വേവ് ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫ്രീക്വൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് റീജിയൻസ് ഉണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഇൻവോൾവ് ചെയ്യുന്ന സ്പെക്ട്രോസ്കോപ്പിൽ തന്നെ നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് എന്ന് പറഞ്ഞാൽ ഗാമ റേസ് ദർ, എക്സ് റേസ് ദർ, UV, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്,
ദെൻ NMR ആൻഡ് ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ്, അങ്ങനെ ഒരുപാട് സ്പെക്ട്രോസ്കോപ്പി ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഡീൽ ചെയ്യുന്ന സ്പെക്ട്രോസ്കോപ്പിയിൽ തന്നെ നമുക്ക് വരുന്നുണ്ട്. ഈ ചാപ്റ്ററിൽ നമ്മൾ അല്ലെങ്കിൽ ഇനി വരുന്ന ചാപ്റ്ററിൽ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം അതിൻ്റെ കറസ്പോണ്ടിങ് സ്പെക്ട്രോസ്കോപ്പിനെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് an orderly distribution of electromagnetic radiations according to their wavelength or frequency. ഒരു ഓർഡർലി ഡിസ്ട്രിബ്യൂഷനാണ്, ഐദർ ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓർ ഇൻ ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി ഓർ വേവ് ലെങ്ത്. അപ്പോൾ അതിനാണ് നമ്മളൊരു ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. യൂഷ്വലി ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഫ്രീക്വൻസി വേരിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഫ്രം 3 × 10⁻⁷ ഹേർട്സ് ടു 3 × 10⁻20 ഹേർട്സ് ആണ്. അപ്പോൾ അതിനെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കി നോക്കാം. വേവ് ലെങ്ത് കാണണമെങ്കിൽ സപ്പോസ് ഫ്രീക്വൻസി 3 × 10⁻⁷ ആണെങ്കിൽ നമുക്കതിൻ്റെ കറസ്പോണ്ടിങ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് C/μ ആണ്. C/μ is equal to 3 × 10⁸ divided by 3 × 10⁷. So 3 get cancelled, 10⁸ divided by 10⁷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 10 only. So it is corresponds to 10 meter. So that 10 meter is shown here, and 3 × 10⁻20 ഹേർട്സ് ആകുമ്പോൾ അത് കറസ്പോണ്ടിങ് ടു 1 പൈക്കോമീറ്റർ ആണ്. 1 പൈക്കോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10⁻⁻12 മീറ്ററിനെയാണ് നമ്മൾ പൈക്കോമീറ്റർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഫ്രീക്വൻസി കുറവാണ്, കറസ്പോണ്ടിങ് ആയിട്ട് വേവ് ലെങ്ത് കൂടുതലാണ്. ഇവിടെ ഫ്രീക്വൻസി സെക്കൻഡ് കേസിലാണെങ്കിൽ ഫ്രീക്വൻസി കൂടുതലാണ്, 3 × 10⁻20 ഉണ്ട്. ആ സമയത്ത് വേവ് ലെങ്ത് കുറവായിരിക്കും. സോ വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ നമുക്ക് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് റീജിയൻസ് in the order of increasing frequency and according to their type of excitations. So each type of electromagnetic radiations produce ചെയ്യുന്ന the different types of excitations വഴിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓർഡർലി അറേഞ്ച്മെൻറ്റ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി നമുക്ക് അറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതിനാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. That is, electromagnetic spectrum is the orderly distribution of electromagnetic radiation according to their wavelength or frequency. അപ്പോൾ ഈ ഡിഫറെൻറ്റ് റീജിയൻസിൻ്റെ ബൗണ്ടറീസ് എന്ന് പറയുന്നത് അതൊരു ക്ലിയർ കട്ട് ബൗണ്ടറി അല്ല. സോ അതിൻ്റെ എഡ്ജ് നമ്മളൊരു ആവറേജ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. സോ ചില റീജിയനിൽ അതിൻ്റെ ഓവർലാപ്പിംഗ് ഒക്കെ നമുക്ക് പോസിബിളായിട്ട് കാണാൻ പറ്റും. ഈ ഓരോ റീജിയണും അല്ലെങ്കിൽ ഓരോ പെർട്ടിക്കുലർ ഫ്രീക്വൻസി വാല്യൂസും പ്രൊഡ്യൂസ് ചെയ്യുന്നത് മോളിക്യൂൾസായിട്ട് അസോസിയേറ്റ് ഡിഫറെൻറ്റ് മോളിക്കുലർ പ്രോസസ്സ് വഴിയാണ് ഓരോ പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അപ്പോൾ അതിന് നമ്മളൊരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ നമുക്ക് മൈക്രോവേവ് കിട്ടണമെന്ന് വെച്ചാൽ മൈക്രോവേവ് ഫ്രീക്വൻസിയാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യേണ്ടതെങ്കിൽ അവിടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ നമുക്കൊരു മൈക്രോവേവ് ഫ്രീക്വൻസി ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് മോളിക്യൂൾസിൻ്റെ വൈബ്രേഷൻ എന്നുള്ള പ്രോസസ്സിൻ്റെ കൊണ്ടാണ്, മോളിക്യൂൾസിൻ്റെ റൊട്ടേഷൻ എന്നുള്ള പ്രോസസ്സ് കൊണ്ടാണ് ഈ മൈക്രോവേവ് സ്പെക്ട്രം അല്ലെങ്കിൽ മൈക്രോവേവ് ഫ്രീക്വൻസി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദർ ഈസ് ഓവർലാപ്പിംഗ് ഇൻ certain regions of the spectrum, and each region of the spectrum is associated with a different molecular process, and accordingly we have different mainly 6 regions of spectrum is there, and that regions of spectrum we can deal in the next video.